ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. അതായത് LDC റാങ്ക് ലിസ്റ്റുകൾക്ക് PSCയുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ LDC റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. കൂടാതെ ഫീൽഡ് വർക്ക്, ഡിവിഷണൽ അക്കൗണ്ടന്റ് മുതലായ ഷോർട്ട് ലിസ്റ്റുകളും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മീഷൻ യോഗമാണ് ഇന്ന് നടന്നത്. അപ്പൊ യോഗത്തിലെടുത്ത തീരുമാനങ്ങളും ഇന്ന് വന്ന ഷോർട്ട് ലിസ്റ്റുകളും എലിജിബിലിറ്റി ലിസ്റ്റുകളും ഒക്കെ നമുക്കൊന്ന് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ജോയിൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് യോഗ തീരുമാനമാണ് പറയുന്നത്. 2022 ഓഗസ്റ്റ് 1 ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനം. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം LD ക്ലർക്ക് റാങ്ക് ലിസ്റ്റുകൾ അംഗീകരിച്ചു. 14 ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ LD ക്ലർക്ക് തസ്തികകളുടെ നേരിട്ടും തസ്തിക മാറ്റം മുഖേനയും കാറ്റഗറി നമ്പർ 207/2019, 208/2019 റാങ്ക് ലിസ്റ്റുകൾ കമ്മീഷൻ അംഗീകരിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ റാങ്ക് ലിസ്റ്റുകൾ PSC വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതാണ് ഇന്നത്തെ പ്രധാന വാർത്ത. അടുത്തത് അഭിമുഖം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ HSST ഹിന്ദി പട്ടികവർഗം കാറ്റഗറി നമ്പർ 665/2021. ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് 1ാം NCA മുസ്ലിം കാറ്റഗറി നമ്പർ 265/2020. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1. വിവിധ ജില്ലകളിൽ സൈനിക ക്ഷേമ വകുപ്പിൽ വെൽഫെയർ ഓർഗനൈസർ വിമുക്ത ഭടന്മാർ മാത്രം. എറണാകുളം ജില്ലയിൽ സൈനിക ക്ഷേമ വകുപ്പിൽ വെൽഫെയർ ഓർഗനൈസർ. പത്തനംതിട്ട, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ പഞ്ചായത്ത് വകുപ്പിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ അസിസ്റ്റന്റ് 1ാം NCA മുസ്ലിം പട്ടികജാതി. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ എക്സൈസ് വകുപ്പിൽ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി. മലപ്പുറം, എറണാകുളം ജില്ലകളിൽ എക്സൈസ് വകുപ്പിൽ സിവിൽ എക്സൈസ് ഓഫീസർ 1ാം NCA OBC ഹിന്ദു നാടാർ. വിവിധ ജില്ലകളിൽ എക്സൈസ് വകുപ്പിൽ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ. ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചതാണ്. വിവിധ വകുപ്പുകളിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പട്ടികവർഗം. വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ. കേരളത്തിലെ സഹകരണ മേഖലയിലെ അപെക്സ് സൊസൈറ്റികളിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജനറൽ കാറ്റഗറി. മത്സ്യഫെഡിൽ പ്രോജക്ട് ഓഫീസർ ജനറൽ. മത്സ്യത്തൊഴിലാളികളുടെ ആശ്രിതർ. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഫയർ വുമൺ ട്രെയിനി. ഫയർ വുമൺ കാറ്റഗറി നമ്പർ 245/2020. ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത് വിവിധ ജില്ലകളിൽ ആരോഗ്യ വകുപ്പിൽ ഫീൽഡ് വർക്കർ. ഓക്കെ, അപ്പോൾ ഇന്ന് ഒരു കാറ്റഗറിയുടെ വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിക്കാം ഏതിന്റെയാണെന്ന്. ഫീൽഡ് വർക്കർ വന്നിട്ടുണ്ടായിരുന്നു. വിവിധ ജില്ലകളിൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ. കാസർഗോഡ് ജില്ലയിൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ. വിവിധ ജില്ലകളിൽ കേരള സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ASM കാറ്റഗറി നമ്പർ 105/2020. തൃശൂർ ജില്ലയിൽ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൽ ഇലക്ട്രീഷ്യൻ. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡിൽ ജൂനിയർ അസിസ്റ്റന്റ്. ഓൺലൈൻ പരീക്ഷ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ ആരോഗ്യ വകുപ്പിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 പട്ടികവർഗം. ശാരീരിക അളവെടുപ്പും അഭിമുഖവും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ലിമിറ്റഡിൽ സെക്യൂരിറ്റി ഓഫീസർ. അർഹതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കേരള നാഷണൽ സേവിംഗ്സ് സർവീസിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിംഗ്സ് നേരിട്ടും തസ്തിക മാറ്റം മുഖേനയും. ഇനി വിജ്ഞാപനം, പുതിയ നോട്ടിഫിക്കേഷൻസ് കുറെ വരുന്നുണ്ട്.
ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തില് ലെക്ചറർ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, മെഡിക്കൽ ഓഫീസർ, ജൂനിയർ മാനേജർ, ട്രാൻസ്ലേറ്റർ, കാറ്റലോഗ് അസിസ്റ്റന്റ്, ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2, ടെക്നിക്കൽ അസിസ്റ്റന്റ്, പർച്ചേസ് അസിസ്റ്റന്റ്, റെഫ്രിജറേഷൻ മെക്കാനിക്, ഇലക്ട്രീഷ്യൻ തസ്തിക മാറ്റം മുഖേന, എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ്, ഓവർസിയർ ഗ്രേഡ് 2, ഫീൽഡ് ഓഫീസർ, ഡ്രസ്സർ, നഴ്സിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 1. ജില്ലാ തലത്തിലെ ജനറൽ റിക്രൂട്ട്മെന്റ് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2, സേവിംഗ് ടീച്ചർ, ഇലക്ട്രീഷ്യൻ. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലം ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ CDPO പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്നുള്ള വനിതകൾക്കു മാത്രം. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 പട്ടികവർഗം, ക്ലർക്ക് ടൈപ്പിസ്റ്റ് വിമുക്ത ഭടന്മാർ മാത്രം, പട്ടികജാതി പട്ടികവർഗം, ക്ലർക്ക് ടൈപ്പിസ്റ്റ് പട്ടികവർഗം. NCA റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലം അസിസ്റ്റന്റ് പ്രൊഫസർ വിശ്വകർമ്മ LC ബാർ AI, അസിസ്റ്റന്റ് പ്രൊഫസർ SCCC ധീവര, അഗ്രികൾച്ചർ ഓഫീസർ പട്ടികവർഗം, ജൂനിയർ ഇൻസ്ട്രക്ടർ മുസ്ലിം, ക്ലിനിക്കൽ ആഡിയോമെട്രീഷ്യൻ ഗ്രേഡ് 2, സൂപ്പർവൈസർ ICDS, അത് SCCC കാറ്റഗറിയാണ്. ബോർഡ്സ് റാങ്ക് മുസ്ലിം OBC, ഇലക്ട്രീഷ്യൻ ഈഴവ, തീയ ബില്ലവ, മുസ്ലിം പട്ടികജാതി. NCA റിക്രൂട്ട്മെന്റ് ജില്ലാതലം ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാളം മാധ്യമം, ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ആയുർവേദം, ലൈൻമാൻ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. അതാണ് ജില്ലാ തലത്തിലെ NCA റിക്രൂട്ട്മെന്റ്. ഇത്രയുമാണ് ഇന്ന് നടന്ന പ്രധാനപ്പെട്ട PSC യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത LD ക്ലർക്കിന്റെ റാങ്ക് ലിസ്റ്റുകൾ അംഗീകരിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇനി റാങ്ക് ലിസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ചാനലിലും അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിലുമായിട്ട് ഞാൻ അപ്പോൾ ഉള്ള ഇൻഫോർമേഷൻസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക. എല്ലാവരും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നല്ല റാങ്ക് തന്നെ കിട്ടട്ടെ. എല്ലാവർക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നല്ല റാങ്ക് തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടു. അതുപോലെ ജോലി കിട്ടാനും അതൊക്കെ സഹായകമാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അപ്പൊ ഇന്ന് വന്ന റാങ്ക് ലിസ്റ്റുകൾ, ഷോർട്ട് ലിസ്റ്റുകളൊക്കെ ഒന്ന് നോക്കാം. ആദ്യമായിട്ട് എലിജിബിലിറ്റി ലിസ്റ്റ്. അത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ കൂടെ നടന്ന ഡിവിഷണൽ അക്കൗണ്ടന്റ് ഫസ്റ്റ് NCA SE സ്റ്റേറ്റ് വൈഡിൻ്റെതാണ്. അപ്പോൾ ഇതിൽ വന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് 48.0142. ഇച്ചിരി ഉയർന്ന കട്ട് ഓഫ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലിസ്റ്റ് ഡിവിഷണൽ അക്കൗണ്ടന്റ് NCA SECC സ്റ്റേറ്റ് വൈഡ് ആണ്. ഇതും എന്താണ് പ്രിലിമിനറി പരീക്ഷയുടെ കൂടെ നടന്ന, അതായത് ഇത് ആദ്യത്തെ ഘട്ടം ഉണ്ടല്ലോ, ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് പോസ്റ്റ്പോൺ ചെയ്ത് നവംബർ മാസം 13-ാം തീയതി നടത്തിയത്. അപ്പൊ അതിൽ മാത്രമേ ഈ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന് 37.6977 ആണ് കട്ട് ഓഫ് ഇട്ടിരിക്കുന്നത്. അടുത്തത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഗ്രേഡ് 2. ഈ പരീക്ഷ നടന്നത് ഡിസംബർ മാസം 27-ാം തീയതിയാണ്. അപ്പോൾ ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 69.33 69.33 മാർക്കാണ്. അടുത്തത് ഫീൽഡ് വർക്കറിന്റെ എന്താണ് പ്രോബബിലിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. NCA SECC തിരുവനന്തപുരം, കാറ്റഗറി നമ്പർ 275/2019. പരീക്ഷ നടന്നത് 2021 ഡിസംബർ മാസം 23-ാം തീയതി. കട്ട് ഓഫ് 76.33 76.33 ആണ് കട്ട് ഓഫ്. അപ്പോൾ ലിസ്റ്റിൽ ഇത്രയും പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും അപ്ഡേറ്റ്സ് ആണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നാളെയോ മറ്റന്നാളോ, നാളെ തന്നെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പൊ നാളെയോ മറ്റന്നാളോ നമ്മുടെ LDC റാങ്ക് ലിസ്റ്റും വരുന്നതായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ അപ്പോൾ ഇൻഫർമേഷൻസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കാം. വീണ്ടും കാണാം. താങ്ക് യു.